ഒരു പുതിയ ഒരു വഴി. എന്താണ് ആ വഴി എന്ന് നമുക്ക് നോക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഡു യു ഹാവ് ഡ്രീംസ്? ജീവിതത്തിൽ വിജയിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ആവശ്യമാണ്, അല്ലെ? തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള സ്വപ്നങ്ങൾ ഉള്ളവരാണ് ആ ഒരു സ്വപ്നത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും ഓരോ ദിവസം ആരംഭിക്കുന്നത്. ജീവിതം ആരംഭിക്കുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് എന്തായിത്തീരണമെന്നുള്ള ഒരു ഒരു ലക്ഷ്യം തോന്നുകയും, പക്ഷെ നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും അത് എത്തിത്തീരുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിരാശരായി പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ആളുകൾ അതിന് ബദലായിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുവാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണ്? ഡ്രീംസ് ആണ്. നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു ചെറിയ മലയോളം കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് എത്ര മാത്രം വലുതാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന അത് ആശ്രയിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരുന്നത്. നമുക്കറിയാം, പലരും ചിന്തിക്കാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് ഓരോരോ ലോകത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ നേടിയെടുക്കുന്നത്, അല്ലെ? ഇപ്പോ ഇലോൺ മസ്കിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ ആരും ചിന്തിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ, എത്ര വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്, അതിനനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുമുള്ള ആ ഒരു ധൈര്യവും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകരുത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണുക, കാരണം അതിനുള്ള അവസരം നമ്മളുടെ ഈ ഒരു പ്രപഞ്ചത്തിലുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് തീവ്രമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഏത് കാര്യവും ഉണ്ടാകുന്നത് നമ്മളുടെ മനസ്സിലാണ് ആദ്യം, അതിനുശേഷമാണ് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ നമുക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ളൊരു മനോഭാവം വേണ്ട. തീർച്ചയായിട്ടും എന്താണോ നമ്മൾ ഡ്രീം ചെയ്യുന്നത് നമ്മൾ നേടിയെടുത്തിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, ആ ഒരു വലിയ സ്വപ്നം നമുക്ക് ഉണ്ടാകട്ടെ. നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമ്മൾക്ക് ആവശ്യം പണമാണ്. പണവും ഒരു ഘടകമാണ്. നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന നമ്മളുടെ ജോലിയാണ്. പക്ഷേ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ നിലവിലുള്ള വരുമാനം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസിന്റെ ഹൗസ് ഹോൾഡ് മന്ത്ലി ഇൻകം ആ സമയങ്ങളിൽ എത്രയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം കഴിഞ്ഞുകൂടി പോകുന്നതിനായിട്ട് ഏകദേശം 1960-കളിലായിരുന്നെങ്കിൽ ഒരു 100 രൂപ വേണമായിരുന്നു അവർക്ക് ആ ഒരു ഫാമിലിക്ക് കഴിയണമെങ്കിൽ. 80കളായപ്പോൾ അത് 1000 രൂപയായി, 2000 ആയപ്പോൾ 10,000, 2020 ആയപ്പോഴത്തേക്കും 1 lakh, 2040 ആവുമ്പോഴത്തേക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം വേണ്ടി വരും എന്നുള്ളതാണ് കണക്കുകൾ. കാരണം ഓരോ 20 വർഷം കൂടുമ്പോഴും ഓരോ പൂജ്യം അതിന്റെ സൈഡിൽ കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ 2020 മുതൽ 2040 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, നമ്മളുടെ എക്സ്പെൻസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെൻസിന് അനുസരിച്ചുള്ള ഒരു വർധനവ് നമുക്ക് ഒരിക്കലും കാണുന്നില്ല, അല്ലെ? നമ്മളുടെ ജോലിക്ക് നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പോലും നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വരുമാനത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമമാത്രമായിട്ടുള്ള വർധനവാണ് ജോലികളിൽ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വരുമാനം, നമ്മുടെ സ്വപ്നങ്ങൾ കൂടി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വരുമാനം വേണം. നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൂടിയേ തീരും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പൂർവികർ ഒക്കെ ചെയ്തിരുന്ന ആ ഒരു രീതി നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും അതൊക്കെ തന്നെയായിരിക്കും, ഒരു ജോലി ഒക്കെ ബേസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്താണ് അവരുടെയൊക്കെ ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു 20 വയസ്സ് വരെ നമ്മൾ പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു വരുമാനം ഇല്ലാത്തൊരു സ്റ്റേജിലൂടെ മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക്
ഒരു ജോലി കിട്ടുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ കൂടുന്നു. നമുക്ക് ചിലപ്പോൾ കാർ ലോൺസ് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ചെലവ് എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ആവശ്യത്തിനുള്ള എക്സ്പെൻസ്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അതുപോലെ ഒരു വീടൊക്കെ വെക്കുവാനുള്ള പ്ലാനും ഒക്കെ വരുന്നു. ആ സമയത്ത് വീടിന്റെ ലോൺ അടയ്ക്കേണ്ടി വരുന്നു. പിന്നെ കുട്ടികളുടെ കല്യാണം, അവരുടെ മാരേജ് ഫംഗ്ഷൻ അത് നടത്തുക. ഇപ്പൊ ഇങ്ങനെ വന്നു. അതിനുശേഷം ഒരു 20 മുതൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഈ വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു റിട്ടയർമെന്റിന്റെ, നമ്മളുടെ വരുമാനമൊക്കെ കുറയുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ചെലവുകൾക്ക് കുറവൊന്നുമില്ല, പക്ഷെ നമ്മളുടെ വരുമാനം കുറഞ്ഞു പോകുന്നു. വീണ്ടും ജോലി എടുക്കുന്നത് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പൊ ഒരു റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലീസ് അല്ലെങ്കിൽ ആളുകൾ എത്രയുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 45% ആളുകളും ഇവര് ഈ ഒരു 40 വർഷക്കാലം അധ്വാനിച്ചതിന് ശേഷവും 45% ആളുകളും കുട്ടികളെ ആശ്രയിച്ച്, സ്വന്തം മക്കളെയൊക്കെ ആശ്രയിച്ച് എന്തെങ്കിലും അവരുടെ മക്കളിൽ നിന്ന് കിട്ടുന്ന ഇത് വെച്ചിട്ട് ജീവിതം കഴിഞ്ഞു പോകേണ്ട സാഹചര്യം വരുന്നു. 30% മിക്കവാറും ഓൾഡ് ഏജ് ഹോമിലാണ് ആയിരിക്കും. പ്രായമായ വൃദ്ധസദനത്തിലെല്ലാം ആകേണ്ടി വരുന്നു. 23% സ്റ്റിൽ വർക്കിംഗ് ഫോർ ഇൻകം. ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് പ്രായത്തിന്റെ ആവശ്യതകൾ ഉണ്ടെങ്കിലും ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. നമുക്കറിയാം, പല മേഖലകളിലും നമ്മളത് കാണുന്നുണ്ട്. നേരെ മറിച്ച് ഒരു 2% ആളുകൾ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ ജീവിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയാണ് ആയി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം മുമ്പ് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ആണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ലെവലിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ ഈ 45, 30, 23% എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള 2% അവരെന്താണ് ചെയ്തത്? നമ്മൾ അവരെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്ത ആ ഒരു കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, അത് പല പല സ്കില്ലുകളുള്ള, അവർക്ക് ചിലപ്പോൾ പല സ്കില്ലുണ്ടായിരുന്നിരിക്കാം. ആ സ്കില്ല് വെച്ചിട്ട് അവർ വരുമാനം, എക്സ്ട്രാ ഇൻകം നേടി സക്സസ് ആയതായിരിക്കാം. ഇവിടെ ഏതൊരു ആളുകൾക്കും സാധിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് അവസരമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ടു ഹെൽപ്പ് യു ഗെറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മൾക്ക് വലിയ സ്കില്ലുകളോ ഒന്നും ഇല്ലെങ്കിലും വലിയ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. അതായത് നമ്മൾക്കിപ്പോ നമുക്കറിയാം, സമൂഹത്തിൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആ ഒരു 2% വരുന്ന ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും യൂസഫ് അലി സാർ, അതുപോലെ തന്നെ റിലയൻസ്, അതേപോലെ മറ്റ് ബിർള, അങ്ങനെയുള്ള വലിയ അപ്പൊ അതുപോലെയുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾക്കും ആ ഒരു ലെവലിലേക്ക് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന, നമ്മൾക്ക് നമ്മൾ ആക്റ്റീവ് അല്ലാത്ത സമയത്തും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസരം, അതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള മിസ്റ്റർ സമീർ മോദിയാണ്. മോദി ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷനാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും വേണ്ടിയിട്ട് അദ്ദേഹം നൽകുന്ന ഒരു വരദാനമാണ് മോദി വേ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്നുള്ളത്. ഇൻസ്പയർഡ് ബൈ വിഷൻ, ഡ്രിവൺ ബൈ യു. അതായത് വലിയൊരു വിഷന്റെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ ഒരു പ്ലാൻ, ഇത് നമ്മൾ ഓരോരുത്തരുമാണ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പാണ്, ഇറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നമുക്ക് പരിധിയില്ലാത്ത വരുമാനം അല്ലെങ്കിൽ പരിധിയില്ലാത്ത വിജയം നേടുന്നതിന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഉറപ്പാണ് നമ്മളുടെ ഈ പുതിയ ഇൻഫിനിറ്റി പ്ലാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമ്മൾക്ക്
നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിൽ ആയിരിക്കും മേടിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു 3000 മുതൽ 5000 രൂപ വരെയൊക്കെ മാസം ചിലപ്പോൾ ചെലവാക്കുന്നുണ്ടാവും. അതിൽ കൂടുതൽ ചെലവാക്കുന്നുണ്ടാവും ഓരോ സൈസ് അനുസരിച്ച്. അപ്പൊ ഈ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് തന്നെ വലിയ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ പർച്ചേസിങ് ഹാബിറ്റ് മാറ്റുക, നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ബ്രാൻഡും ഷോപ്പും ഒന്ന് മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള മേഖലയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ട്രഡീഷണൽ രീതിയിൽ, പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതൊരു കമ്പനി 35 രൂപയ്ക്കായി ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതൊരു ഡിസ്ട്രിബ്യൂട്ടർ വഴി, ഹോൾസെയിലർ വഴി, റീറ്റെയിലർ വഴിയാണ് ഒരു കസ്റ്റമർ ആയിട്ടുള്ള നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ 35 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ഉൽപ്പന്നം കസ്റ്റമറായ നമ്മളുടെ കയ്യിൽ വരുമ്പോൾ MRP അതിനകത്ത് 100 രൂപയായിരിക്കും. എങ്ങനെ ആവുന്നു ഈ ഒരു 100 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഓരോ ഡിസ്ട്രിബ്യൂട്ടറിന്റെയും ഹോൾസെയിലറുടെയും റീറ്റെയിലറുടെയും എല്ലാം കമ്മീഷൻ കൂടി ആഡ് ചെയ്തിട്ടാണ് കസ്റ്റമറിൽ നിന്ന് പ്രൊഡക്റ്റ് ഈടാക്കുന്നത്. അതുകൂടാതെ ഇതിന് പരസ്യമുണ്ട്, പ്രൈസ് ഈടാക്കുന്നത്. അതുകൂടാതെ ഇതിന് പരസ്യമുണ്ട്. ഈ പരസ്യത്തിന്റെയും കൂടി പണം ഈ എൻഡ് കസ്റ്റമർ ആയിട്ടുള്ള നമ്മളുടെ പോക്കറ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കൈമാറി വരുന്ന ഓരോ സമയത്തും ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയോ മൂല്യമോ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ നമ്മളത് ഒരു 100 രൂപയുടെ ഉൽപ്പന്നമാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വെറും 35 രൂപയും ബാക്കി വരുന്ന 65 രൂപയോളം ഇടനിലക്കാരുടെ കമ്മീഷനും പരസ്യത്തിനും ആയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന പണം സേവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് കസ്റ്റമർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പൊ ഇവിടെ അതിന് ബദലായിട്ടുള്ള ഒരു മാർഗമാണ് കമ്പനി അവതരിപ്പിക്കുന്ന ഡയറക്ട് സെല്ലിംഗ്. അതായത് നമ്മൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, മോദി കെയർ ഇതുപോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉൽപ്പന്നം മറ്റിടനിലക്കാരോ പരസ്യമോ ഇല്ലാതെ നേരിട്ട് കസ്റ്റമർ ആയിട്ടുള്ള നമ്മളുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കി ഈ ഷോപ്പും ഈ പ്രൊഡക്റ്റുകളും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് നമ്മളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ അവരും അതിന്റെ കസ്റ്റമർ ആവുന്ന വഴി നമ്മൾക്ക് ഒരു ബിസിനസ് അവിടെ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രൊഡക്റ്റ് എല്ലാം ഹൈ ക്വാളിറ്റിയാണ്. അതിന് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. മാർക്കറ്റിൽ ലഭിക്കുന്ന പോലെ മായമുള്ള ഉൽപ്പന്നങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോ നമുക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡയറക്ട് സെല്ലിംഗ് തുടങ്ങുന്നതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ട്രഡീഷണൽ ആയിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പോലും അല്ലെ, നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിൽ സംഭവിക്കാവുന്ന ഫോൾട്ടുകൾ, ചീറ്റിങ്ങുകൾ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള യാതൊരു പ്രോബ്ലവും ഇല്ലാതെ, യാതൊരു റിസ്ക്കും ഇല്ലാതെ തന്നെ നമുക്കൊരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ബെനിഫിറ്റ്. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് കമ്പനിയാണ്. നമ്മൾ അതിന്റെ പ്രൊമോട്ടർമാരാവുക എന്നുള്ള, ഫ്രീ ആയിട്ട് അതിന്റെ പ്രൊമോട്ടർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. അതിന് യാതൊരു ഇൻവെസ്റ്റ്മെന്റും വരുന്നില്ല. ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഇന്നലെ വരെ മേടിച്ചിരുന്ന ഷോപ്പും ബ്രാൻഡും ഒന്നും മാറ്റിയിട്ട് നമ്മൾ മോദി കെയറിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ്. നമ്മൾ വലിയ ലക്ഷങ്ങളോ കോടികളോ മുടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക്കും ഇല്ല. ഇതിന് പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. ബിസിനസ് ഫോർ ജനറേഷൻസ്. ഇത് ഇപ്പോൾ ഏകദേശം 25ഓളം വർഷം കഴിഞ്ഞിരിക്കുന്നു മോദി കെയർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 100 കണക്കിന് വർഷത്തിന് അധികമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് റൺ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമ്മളുടെ കാലശേഷം നമ്മളുടെ ജനറേഷൻ തലമുറകളോളം ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ആണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് എപ്പോഴെങ്കിലും റിട്ടയർമെന്റ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അടുത്ത അവകാശിക്ക് ഇത് കൈമാറിക്കൊണ്ട് നമ്മൾക്ക് കിട്ടിയിരുന്ന അതേ വരുമാനം നെക്സ്റ്റ് ആ അവകാശിക്ക് പിറ്റേ മാസം മുതൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നു. ഇവിടെ ഇപ്പൊ നമുക്കറിയാം, എത്ര വലിയ ഒരു ഉദ്യോഗസ്ഥനാന്റെ മകനാണെങ്കിലും ശരി, അല്ലെങ്കിൽ വലിയൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡോക്ടറുടെ മകനാണെങ്കിൽ അദ്ദേഹത്തിന് നെക്സ്റ്റ് മന്ത് മുതൽ അദ്ദേഹത്തിന്റെ ഫാദർ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിൽ തുടരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇവിടെയാണ് ഇത് ട്രാൻസ്ഫറബിൾ ബിസിനസിന്റെ ഒരു
മേന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ്. യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല. ഞാൻ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, എന്റെ ഒരു അമ്മാവന്റെ നിർബന്ധം കൊണ്ട് മാത്രം. പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഏതൊരാൾക്കും സാധിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അവസരമാണെന്ന് മനസ്സിലാക്കിയത്. അധികം ആളുകളോട് സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ. പക്ഷെ എനിക്ക് പോലും ഈ ഒരു ബിസിനസ്സിലൂടെ തായ്ലൻഡ് ട്രിപ്പ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും എന്നേക്കാൾ ഒത്തിരി കഴിവുകളുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ബിസിനസ് റൺ ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്കിതൊരു പാസീവ് ഇൻകത്തിന് ഉള്ള സോഴ്സ് നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് പിന്നീട് ഇത് നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ, അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമുക്കിത് നമ്മൾ ഈ ബിസിനസ് നിർത്തി എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ പോലും ആ ഒരു വരുമാനം നമുക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഇപ്പോ ഈ ഭൂമിയിൽ നിന്ന് പോലും നമ്മൾ ഇല്ലാതായി പോയാൽ പോലും നമുക്ക് ആ വരുമാനം നമ്മളുടെ അടുത്ത അവകാശിക്ക് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ഈ ഒരു കസ്റ്റമേഴ്സ് ക്ലബ്ബാണ് നമ്മളുടെ ഇവിടെ പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം നമുക്ക് ഡെയിലി യൂസ്ഡ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും തോറും തീരുകയും വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നതിലൂടെ ആ ഒരു ടേൺ ഓവർ നിലനിൽക്കുകയും അതിലൂടെ ആ ഒരു പാസീവ് ഇൻകം നമുക്ക് എക്കാലവും കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഇത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേറെ ഏതൊരു സംരംഭമാണെങ്കിലും ചിലപ്പോൾ ഫുൾ ടൈം നമ്മൾ അവിടെ നോക്കേണ്ടി വരും ഒരു സ്റ്റാർട്ടിങ് ടൈമിലെങ്കിലും. കാരണം അത് പാർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ തുടങ്ങി മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇപ്പൊ പൂട്ടിന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ജോലിയെ ബാധിക്കാതെ നമ്മുടെ ജോലിക്ക് ശേഷം ഉള്ള സമയത്ത് നമുക്ക് ഇത് ചെയ്താൽ മതി. ടൈം ലിവറേജിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫുൾ ടൈം ലെവലിലേക്ക് എത്തുവാനും കൂടുതൽ ഇൻകം മേടിക്കുവാനും നമുക്ക് സാധിക്കും. ഒരു പാർട്ട് ടൈമായി നിന്നുകൊണ്ട് തന്നെ ഫുൾ ടൈം ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്ന നിരവധി ലീഡേഴ്സിന് നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള 750ഓളം 365ലധികം ഉൽപ്പന്നങ്ങൾ 750ഓളം SKUയിലായിട്ട് 14 കാറ്റഗറികളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നമ്മളുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മളുടെ വെൽനസ്, നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ്. പിന്നെ കളർ കോസ്മെറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ ആയിട്ട് ആയുർവേദത്തിന്റെ ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ മോദി കെയർ മൊബൈൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ മോദി കെയർ കുക്കു ടൈപ്പിലൂടെ നിരവധി വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് ജെൻസിന് മാത്രമായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ. ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ഉണ്ട്. ഫ്രഷ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഓറൽ ഹെൽത്തിന് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. എസെൻഷ്യൽ നമ്മളുടെ ബോഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ. പിന്നെ സലോൺ നമ്മുടെ ഹെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കറി പൗഡറുകളും അതുപോലെയുള്ള ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഫുഡ് ആൻഡ് ബീവറേജ് കാറ്റഗറിയിൽ വരുന്നു. അതുപോലെ തന്നെ മോദി കെയർ അഗർബത്തീസ് നമുക്കുണ്ട്. അതുപോലെ ഹോം കെയർ പ്രൊഡക്റ്റ് ഉണ്ട്. വാഷ്മേറ്റ് നമ്മളുടെ അലക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഓട്ടോ കെയർ കാറ്റഗറിയിൽ പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സോപ്പ് വാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് വാഷ്, അതുപോലെയുള്ള നമ്മുടെ ബാത്തിങ്ങുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ടോയ്ലറ്ററീസ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അതുപോലെ SM വാച്ചസ് ഉണ്ട്. അമോലി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റഡ് ഓർണമെന്റ്സ് ഉണ്ട്. ആക്ടിവേറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ 14 കാറ്റഗറിയിലായിട്ട് ഏതാണ്ട് 750ഓളം SKUവിൽ 365ഓളം പ്രോഡക്റ്റുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മോദിവേ എന്നുള്ള ഒരു കാറ്റഗറിയിലൂടെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിനായിട്ടുള്ള പ്രൊഡക്റ്റുകളും എക്സ്ക്ലൂസീവായിട്ട് ലോഞ്ച് ചെയ്യുന്നു. താമസിയാതെ തന്നെ വെയിറ്റ് ഗെയിനായിട്ടുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം അന്താരാഷ്ട്ര ക്വാളിറ്റിയാണ്. ഇനി അഥവാ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനും റീഫണ്ട് ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ട്. നമുക്ക് നമ്മളുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും നമുക്ക് പ്രൊഡക്റ്റ് മേടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ അത് ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ച ഈ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡും ഷോപ്പും ഒന്ന് മാറ്റി മോദി കെയറിലെ ഒരു കസ്റ്റമർ ആവുന്നതിലൂടെ നമുക്ക് വളരെയധികം നേട്ടങ്ങളാണുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസവും നമുക്ക് ഓഫറുകൾ കമ്പനി തരുന്നുണ്ട്. 1000, 2000, 3000, 5000 എന്നുള്ള കാറ്റഗറിയിൽ. ഈ കാറ്റഗറി ഈ ഒരു സ്ലാബിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഏകദേശം 10% വില വരുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതൊരു എക്സാമ്പിൾ ആണ്.
നമുക്ക് മെയ് മാസം വന്ന ഓഫറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ നമുക്ക് എല്ലാ മാസവും ഓഫർ ഉണ്ടാവും. അത് കഴിഞ്ഞില്ല, നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ 6 മാസം കണ്ടിന്യൂ ചെയ്ത് മേടിക്കേണ്ട നമ്മളെ ഒരു ലോയൽ കസ്റ്റമർ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് 6 മാസം നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ ആവറേജ് പ്രൊഡക്റ്റ് എമൗണ്ടിനുള്ള പ്രൊഡക്റ്റ് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നു. അത് നമ്മൾ ലോയൽറ്റി പ്ലസ് എന്ന ഇതില്, അതായത് അടുത്ത 6 മാസവും കൂടി മുടങ്ങാതെ മേടിച്ചാൽ നമ്മൾ ഒരു 12 മാസമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് അടുത്ത 6 മാസം കൂടി കഴിയുമ്പോൾ 13ാമത്തെ മാസം 13ാമത്തെ മാസം നമുക്ക് വീണ്ടും 6 മാസത്തെ ആവറേജിനുള്ള പ്രൊഡക്റ്റ് നൽകുന്നു. 12 മാസം തുടർച്ചയായിട്ട് മേടിച്ചതിന് 12 മാസത്തെ ആവറേജിനുള്ള എമൗണ്ടിനുള്ള പ്രൊഡക്റ്റും കൂടി ആ 13ാമത്തെ മാസം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഒരു വർഷത്തിൽ നമുക്ക് 3 പ്രാവശ്യം ഇത് ലോയൽറ്റി ആയിട്ട് തന്നെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മാക്സിമം 10,000 രൂപ വരെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അത് നമ്മൾ ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റ് അല്ലാതെ തന്നെ നമുക്ക് കിച്ചൺ വെയർ ആയിട്ടും ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് കുക്കറോ അങ്ങനെയുള്ള സാധനങ്ങളോ എന്തെങ്കിലും അങ്ങനെ മാറ്റി മറ്റ് അതർ ബ്രാൻഡ്സിന്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് ക്ലബിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ എമൗണ്ട് കൺവെർട്ട് ചെയ്ത് ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൂപ്പർ മാർക്കറ്റിലും മറ്റൊരു ഷോപ്പിലും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കസ്റ്റമറായി നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആരോഗ്യത്തോടു കൂടിയും വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അവസരം നമുക്ക് മറ്റുള്ളവരിലൂടെ പരിചയപ്പെടുത്താനും കൂടി തയ്യാറാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 12 ടൈപ്പോളം ഇൻകം കമ്പനി തരുന്നുണ്ട്. നമ്മളുടെ കമ്പനിയുടെ വരുമാനത്തിന്റെ ഏതാണ്ട് 72% കമ്പനി തിരിച്ച് ഈ കസ്റ്റമർക്ക് പേ ഔട്ട് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില് ഒരു കസ്റ്റമർക്ക് ലഭിക്കുന്ന ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് സേവിങ്സ് ഓൺ കൺസംഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിലെ ലാഭം MRP-യിൽ നിന്ന് 33% വരെ ഡിസ്കൗണ്ടിൽ അവന് ലൈഫ് ടൈം ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ലോയൽറ്റി പ്രോഗ്രാം ിലൂടെ ഓരോ 6 മാസത്തിലും ഫ്രീ പ്രൊഡക്റ്റും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇതുപോലെ ഒരു ഓഫർ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഷോപ്പിൽ നിന്നും. രണ്ടാമത് നമുക്കറിയാം നമ്മളുടെ ഈ വരുന്ന ബെനിഫിറ്റ് ആണ് പ്രോഗ്രഷൻ ബോണസ്, അതായത് 6% വരെ. ഇത് നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. 6% വരെയുള്ള എല്ലാ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ഇത് ലഭിക്കുന്നു. നമ്മളുടെ ഓരോ മാസത്തെയും പർച്ചേസിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഗ്രൂപ്പിന്റെയും. അടുത്തത് നമുക്കറിയാം നോ നെറ്റ്വർക്ക് മീൻസ് നോ സക്സസ്. നമ്മളുടെ ഇപ്പൊ ഏത് മേഖലയിലാണെങ്കിലും നമുക്കറിയാം ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു പേഷ്യൻസിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. ഒരു മൊബൈൽ ഫോൺ കണക്ഷൻ ദാതാവിനാണെങ്കിൽ, സിം പ്രൊവൈഡർക്കാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എവിടെ നോക്കിയാലും നെറ്റ്വർക്ക് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും വലിയ വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ പ്രോഗ്രഷൻ ബോണസ് എന്ന് പറഞ്ഞ ബോണസ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അത് 2% മുതൽ 6% വരെയാണ്. ഒരാൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ 2% എന്ന് പറഞ്ഞ ലെവലിലായിരിക്കും അയാളുടെ ഗ്രൂപ്പ് PV, അതായത് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ പേരിൽ ആഡ് ആവുന്നു. അങ്ങനെ ഒരു 49 പോയിന്റ് വരെയാണെങ്കിൽ നമുക്ക് 2% അതിന്റെ 2% ബോണസ് നമുക്ക് ലഭിക്കും. അത് 199 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3% ലഭിക്കുന്നു. 399 ആണെങ്കിൽ 4%, 699 ആണെങ്കിൽ 5%, 1099 വരെ 6% ബോണസ് നമുക്ക് ലഭിക്കുന്നു. കൂടാതെ അഡീഷണൽ ആയിട്ട് ഈ അഡ്വൈസർ 3% മുതൽ അഡീഷണൽ ആയിട്ട് പവർ ഓഫ് 4 എന്ന് പറഞ്ഞ ഒരു ബോണസും കൂടി കിട്ടുവാനായിട്ട് സാധിക്കുന്നു. നമ്മളും നമ്മുടെ ഗ്രൂപ്പും കൂടി 1100 പോയിന്റ് കവർ ചെയ്യുമ്പോൾ, 1100 പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞ
നമ്മൾ ഡയറക്ടർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുകയും ഡയറക്ടർ ബോണസ് നമുക്ക് ലഭിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മിനിമം വേണ്ടത് ഏകദേശം ഡയറക്ടർ ആൻഡ് എബോവ് വിൽ ഗെറ്റ് 6% പ്രോഗ്രഷൻ ബോണസ് വിത്ത് ഡിഫറൻഷ്യൽ കമ്മീഷൻ. നമ്മളുടെ ഗ്രൂപ്പിൽ വന്നേക്കുന്ന ടീമിൽ നിന്നുള്ള ഡിഫറൻഷ്യൽ കമ്മീഷൻ ആയിട്ട് 6% വരെ മാക്സിമം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി പവർ ഓഫ് 4. എന്താണ് ഈ പവർ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൂൾ സിസ്റ്റം ആണ്. 5% പൂളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമ്മളുടെ കമ്പനിയുടെ ടേൺ ഓവറിന്റെ ഒരു 5% ഈ ലെവലിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫോർ ഡെവലപ്പിംഗ് എ ടീം, അതായത് നമുക്കൊരു ടീം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസരമാണ്. ഫോർ ഓൾ അഡ്വൈസേഴ്സ് അപ് ടു 6% ആൻഡ് നോൺ എൻക്യൂഡീസ് നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് 1100 PGPV എത്തുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ആളുകൾക്കും ഇത് ലഭിക്കുന്നു. കൂടുതൽ വലിയ ടൈറ്റിലുകൾ അച്ചീവ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത നമ്മളുടെ ബോണസ് ആണ് ഡയറക്ടർ ബോണസ് ഫോർ ഓൾ ഡയറക്ടേഴ്സ്. അതായത് നമ്മളും നമ്മുടെ ഗ്രൂപ്പും കൂടി 1100 ഗ്രൂപ്പ് PV ഒരു മാസം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരാൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ചെയ്താൽ, പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെയും എഫർട്ട് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മിനിമം വേണ്ടത് 50 PV, അയാൾ പേഴ്സണലി വേണ്ടത് ഏറ്റവും മിനിമം നമ്മളുടെ പ്രൊഡക്റ്റ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഏറ്റവും മിനിമം വേണ്ടത് 50 PV. നമ്മളുടെ ഗ്രൂപ്പ് വോളിയം 1100 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർ ബോണസ് നമുക്ക് ലഭിക്കുന്നു. ഇതൊരു 17% പൂളാണ്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമുക്ക് നോക്കാം. വെഹിക്കിൾ ബോണസ് ലഭിക്കുന്നുണ്ട് 3%. അത് മാക്സിമം 2500 വരെ ഡയറക്ടേഴ്സ്, എല്ലാ ഡയറക്ടേഴ്സിനും ലഭിക്കുന്നതാണ്. 2500 വരെ മന്ത്ലി നമ്മളുടെ ബോണസിനൊപ്പം നമുക്ക് ലഭിക്കുന്നു. 6ാമത്തെ വരുമാനമായിട്ട് നാഷണൽ ട്രാവൽ ബോണസ് ആണ്. 4% പൂളാണ്. അത് ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ ഡയറക്ടേഴ്സ് ഓൺലി. അതായത് സീനിയർ ഡയറക്ടറും ഡയറക്ടേഴ്സ് 2 കാറ്റഗറിയിൽ വരുന്ന ലീഡേഴ്സിന് ലഭിക്കുന്നതാണ്. മാക്സിമം 5000 രൂപ വരെ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സൗജന്യമായിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ബോണസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഡയറക്ടർ ലെവലിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ബെനിഫിറ്റ് ആണുള്ളത്. 17% ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു, 3% വെഹിക്കിൾ ബോണസ് ലഭിക്കുന്നു, 4% ട്രാവൽ ബോണസ് ലഭിക്കുന്നു. ഇത് പൂൾ സിസ്റ്റം ആണ്. ഇനി നമ്മൾ എങ്ങനെയാണോ ഒരു ഡയറക്ടർ ക്വാളിഫൈഡ് ആയത്, അതുപോലെ തന്നെ നമ്മളുടെ ടീമിൽ കൂടുതൽ ആളുകളെ ഡയറക്ടേഴ്സ് ആക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ വലിയ ടൈറ്റിലും വലിയ വരുമാനത്തിലേക്കും നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. മോർ ഡയറക്ടേഴ്സ് മീൻസ് ഹയർ ടൈറ്റിൽ ആൻഡ് മോർ ഇൻകം. സീനിയർ ഡയറക്ടർ ആൻഡ് എബോവ് ടൈറ്റിൽ വരുന്നവർക്കുള്ളതാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് മെന്റർഷിപ്പ് ബോണസ്. ഇത് 15% പൂളാണ്. ഫോർ ഓൾ സീനിയർ ഡയറക്ടേഴ്സ് ആൻഡ് എബോവ് വരുന്ന കാറ്റഗറിയിൽ നമ്മളുടെ ടീമിൽ കൂടുതൽ സീനിയർ ഡയറക്ടേഴ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് ടൂർ, നമുക്ക് സീനിയർ ഡയറക്ടർക്കും നാഷണൽ ട്രിപ്പ് ഫണ്ടാണ് ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ വലിയ പൊസിഷനിലേക്ക്, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നുള്ള ലെവലിലേക്ക് മുകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം സൗജന്യമായിട്ട് സന്ദർശിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 30,000 രൂപ വരെ പെർ മന്ത് നമുക്ക് തരുവാനായിട്ട് കമ്പനി തയ്യാറാണ്. 50,000 രൂപ വരെ മന്ത്ലി ഇൻകം, 50,000 താഴെയുള്ളവരുടെ എല്ലാവരുടെയും ഈ ബോണസുകളെല്ലാം നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് അതാത് മാസം ലഭിക്കുന്നുള്ള ഒരു ബെനിഫിറ്റും കൂടി നമുക്കുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം ആണ് ഒരു ഡ്രീം കാർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആ ഒരു സ്വപ്ന വാഹനം സ്വന്തമാക്കുന്നതിനുള്ള ഫണ്ട് നമുക്ക് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് എബോവ് ആയിട്ടുള്ള ലീഡേഴ്സിന് ലഭിക്കുന്നതാണ്. 40,000 വരെ മാസം തരുവാനായിട്ട് കമ്പനി തയ്യാറാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു വീട്, ഒരു സ്വപ്ന ഭവനം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോണസും നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 50,000 രൂപ വരെയാണ് പെർ മന്ത് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. മാസം 50,000 രൂപ, ഈ ഒരു ഹോം ബോണസ് മാത്രം 50,000 രൂപ വരെ തരുവാനായിട്ട് നമ്മളുടെ പ്ലാനിൽ ഇവിടെ സാധിക്കും. അടുത്തത് റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ് ആണ്. അത് 4% പൂളാണ്. ഏകദേശം 3 ലക്ഷം വരെ നമുക്ക് ലഭിക്കുന്നു.
4% പൂളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഫോർ ഓൾ ഡയമണ്ട് ക്ലബ് ക്വാളിഫയേഴ്സിന് ലഭിക്കുന്നത്. ഇതെല്ലാം കൂടുതൽ വലിയ ടൈറ്റിലുകളാണ്. ഇതെല്ലാം നമ്മൾ ഓരോ ടൈറ്റിൽസ് അച്ചീവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലീഡേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബ്ലൂ ഡയമണ്ട് ക്ലബ് ഡയമണ്ട്സ് അത് 3% പൂളാണ് ഫോർ ഓൾ ബ്ലൂ ഡയമണ്ട് ആൻഡ് ക്ലബ് ക്വാളിഫയേഴ്സ്. ബ്ലൂ ഡയമണ്ട് ക്ലബ്ബ് ക്വാളിഫയേഴ്സിന് ലഭിക്കുന്നതാണ്. 10 ലക്ഷം വരെയാണ് പെർ മന്ത് ആ ഒരു ബോണസ് മാത്രം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരുന്തോറും നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്ന, നമ്മളുടെ ടീം വളരുന്തോറും നമ്മളുടെ വരുമാനവും വളരുവാനായിട്ട് സാധിക്കുന്ന, എല്ലാം അങ്ങനെയാണ് അല്ലെ. ടീം വലുതാവും തോറും ടേൺ ഓവർ കൂടുന്നു, സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടുന്നു. അതേ സിസ്റ്റം തന്നെ ഇവിടെ. നമ്മളുടെ വരുമാനം കൂടുന്നതിന് നമുക്ക് കൂടുതൽ ടീമുകളിലേക്ക് നമുക്ക് എത്തിക്കാനും നമ്മളുടെ ഓരോ ടീമിൽ വന്നിരിക്കുന്ന വ്യക്തികളെയും പുതിയ പുതിയ ടൈറ്റിലുകളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ വരുമാനം കൂട്ടുവാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾക്കും നമ്മളുടെ വരുമാനം, നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പരസ്പരം സഹായിച്ചുകൊണ്ട് ഒരു വിൻ വിൻ സിറ്റുവേഷനിലൂടെ എല്ലാവർക്കും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും അവരുടെ സ്വപ്നങ്ങളിലേക്കും എല്ലാം എത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു മഹത്തായിട്ട് അവസരം. കമ്പനി പറയുന്നത് ലെറ്റ്സ് മേക്ക് മണി ടുഗദർ. നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ശ്രവിച്ച എല്ലാവർക്കും, ഈ ഒരു പ്രസന്റേഷൻ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസന്റേഷൻ നിർത്തുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് സംസാരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഏതൊരു വ്യക്തിക്കും തന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ്. അപ്പോ ഒരിക്കൽ കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത അമ്മാവന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശ്രീ ജോളി സേവ സാർ, അദ്ദേഹമാണ് ഈ ഒരു ബിസിനസ്സിൽ എന്നെ കൂടുതൽ ഗൈഡ് ചെയ്ത് ഓരോരോ അച്ചീവ്മെന്റുകൾ നേടുവാനായിട്ട് എന്നെ സഹായിക്കും. അപ്പൊ അദ്ദേഹം ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന് ഇന്ന് വളരെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ്. വെൽക്കം ജോളിസേവ് സാർ. ഓക്കെ, താങ്ക് യു ബിജു സാർ. ഞാൻ ഓഡിയബിൾ ആണോ അല്ലേ? ശബ്ദം ക്ലിയർ ആണോ? യെസ് ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിൽ പുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ബിജു സാറെ പ്രോഗ്രാം എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ പ്രസന്റേഷൻ പോലും തയ്യാറാക്കിയത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം മറ്റുള്ള യൂട്യൂബ് ചാനലുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ചില സ്ലൈഡ്സ് എല്ലാം കണക്ട് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ സ്ലൈഡുമായി കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചു. അപ്പൊ ഈ ഒരു തിരക്കുകൾക്കിടയിലും, എനിക്കറിയാം അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ടാണ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം അവതരിപ്പിച്ച ബിജു സാറിന് പ്രത്യേകം എല്ലാവരും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനോടൊപ്പം പ്രോഗ്രാമിനായിരിക്കുന്ന ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് കമ്പനിയുടെ ഹിസ്റ്ററി, എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മളിതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്ന് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചു. ഇതെല്ലാം തന്നെ വളരെയധികം വർഷങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപേ പോയ ആളുകൾ നമുക്ക് തെളിയിച്ചു തന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ വിജയകഥകൾ നമുക്ക് മുൻപേ പോയവരുടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്കും സാധിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു പ്രോഗ്രാമില് അന്നത്തെ ലീഡേഴ്സ് ഇതിലൂടെ കിട്ടുന്ന വലിയ വരുമാനങ്ങളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ അതൊന്നും വിശ്വസിച്ചുകൊണ്ടല്ല ഇതിലേക്ക് വരുന്നത്. കാരണം കാര്യമായി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഈ ഒരു അവസരത്തിലൂടെ വലിയ നേട്ടങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഏതൊരാളും അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് നടന്ന പ്രോഗ്രാമുകളിലൂടെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ഇങ്ങനൊരു അവസരം ഉണ്ടെന്നും ഉള്ള ആ ഒരു മെസ്സേജ് എന്നെ അക്ഷരാർത്ഥത്തില് മാറ്റിമറിച്ചു. കാരണം അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഒരു ആത്മാർത്ഥമായ ആഗ്രഹം വന്നു, പ്രവർത്തിച്ചു. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയായിരുന്നു.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യകാലങ്ങളിൽ ഈ ബിസിനസ് നിർത്തിയാലോ, ഇതിൽ നിന്ന് നിർത്തി പഴയ രീതിയിലേക്ക് തന്നെ പോയാലെന്ന പോലെ ഞാൻ ചിന്തിച്ചാണ്. കാരണം ആദ്യകാലങ്ങളിലെ അനുഭവങ്ങൾ എന്നെ പോലെ തന്നെ മറ്റു പലർക്കും ഉണ്ടാകാം. പക്ഷെങ്കിലും ഇതെല്ലാം ഈ ബിസിനസിന്റെ ഒരു സ്വഭാവമാണെന്നും ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും വിജയിച്ച ആളുകളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എന്റെ ലൈഫിലും അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇന്നിപ്പോ നമ്മൾ മോദി കെയർ ബിസിനസ്സിലെ ഏറ്റവും ടോപ്പ് ടൈറ്റിൽ ആയിട്ടുള്ള ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് എന്നുള്ള പൊസിഷനിലേക്ക് എത്താൻ എനിക്കും സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ഒരാളുടെ മാത്രം കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ അല്ല, ഇതൊരു ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗമായത് കൊണ്ട് തന്നെയാണ് ഏതൊരാൾക്ക് ഇത് സാധിക്കുന്നത്. എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നപ്പോൾ എന്നെ അട്രാക്ട് ചെയ്ത രണ്ടും തത്വങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. ഒരുപക്ഷെ നമ്മൾ ലീഡേഴ്സ് പലതവണ കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്, ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ഒന്ന്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഈ ഒരു അവസരത്തിന്റെ ആശയം കൊണ്ടുവന്ന പോൾ ഗെറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മുടെ ലീഡേഴ്സ് കേട്ട് കാണും അല്ലെ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ എന്റെ മാത്രം 100% അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം 100 പേരുടെ ഓരോ ശതമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയല്ലേ? അതായത് ഞാൻ എന്റെ മാത്രം 100% അധ്വാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് അധ്വാനിക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെ എന്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ, എനിക്കൊരു അസുഖം വന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എന്റെ വരുമാനം 100% ഇല്ലാതാവും. ശരിയല്ലേ ലീഡേഴ്സ്, കോഹോസ്റ്റ്? അതേസമയം ഞാൻ 100 പേരെ ആശ്രയിച്ചാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ 1% മാത്രമേ ഇല്ലാതാകൂ, 99% എനിക്ക് ലഭിക്കും. ശരിയല്ലേ? കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാൻ തനിയെ 100 രൂപ സമ്പാദിക്കുന്നു. ഞാൻ ജോലിക്ക് പോയ 100 രൂപ എനിക്ക് ലഭിക്കും. ഞാൻ നാളെ ജോലിക്ക് പോയില്ലെങ്കിലും 100 രൂപ എനിക്ക് ലഭിക്കില്ല, കാരണം ഞാൻ തനിയാണ് ആ 100 രൂപ സമ്പാദിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ 100 രൂപ 100 പേരിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നതിൽ ഓരോ രൂപ വെച്ചാണെങ്കിലും ഞാൻ നാളെ ജോലിക്ക് പോയില്ല എങ്കിൽ എത്ര രൂപ ഇല്ലാതാവും? കോഹോസ്റ്റുകൾക്ക് സംസാരിക്കാം. 1 രൂപയിലേ ഇല്ലാതാവൂ, ബാക്കി 99 രൂപയും കിട്ടില്ല. ഏതാണ് സുരക്ഷിതത്വം? തീർച്ചയായിട്ടും അല്ലെ, അദ്ദേഹം പറഞ്ഞ എന്റെ മാത്രം 100% ആശ്രയിക്കാതിരിക്കുന്നതാണ്. അപ്പൊ അതേമാതിരി തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, അതും പലരും കേട്ട് കാണും. കോടീശ്വരനാകാൻ താല്പര്യമുണ്ടെങ്കിൽ കോടീശ്വരന്മാരായ ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യണം. അല്ലെ, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അവരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, അവരെ അനുകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിർഭാഗ്യവശാല് നേരത്തെ ബിജു സാർ പറഞ്ഞായിരുന്നു, നമ്മുടെ സമൂഹത്തിലുള്ള 90% ആളുകളും ഇന്ന് ഫോളോ ചെയ്യുന്നത് അല്ലെ വിജയിക്കാത്ത മാർഗമാണ്, അല്ലെ വിജയം തെളിയിക്കാത്ത ജോബ് എന്ന് പറയുന്ന അല്ലെ ഒരു അവസരത്തിലൂടെയാണ് 90% ആളുകളും കടന്നു വന്നത്. ഏതെങ്കിലും ഒരു ഓണർക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി അവർ അധ്വാനം അവർ വിൽക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ ചെറിയ ഒരു വരുമാനത്തില്, ഇൻകത്തില് അല്ലെ തങ്ങളുടെ സ്വപ്നങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നവരാണ് 90% ആളുകളും ഈ സമൂഹത്തില്. ശരിയാണോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഹലോ? ശരിയാണ് സാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 90% ആളുകൾക്കും എൻജോയ് ചെയ്യാൻ, അനുഭവിക്കാനായിട്ട് വെറും 10% സമ്പത്ത് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് വിജയിച്ച ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം വെറും 10% വരുന്ന ആളുകളാണ് വിജയം തെളിയിച്ച ഫോർമുലകൾ ഫോളോ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. അവിടെ അവരിടുന്ന എഫേർട്ടിന്റെ 100% അവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ വിജയിച്ച ആളുകൾക്കെല്ലാം നേരത്തെ നമ്മൾ കേട്ട പോലെ ശക്തമായ ഒരു നെറ്റ്വർക്ക്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെ, ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് ആൾക്കാർ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചത് കൊണ്ട് തന്നെ അവരെല്ലാവരും അതീവ വിജയികളാണ്. അതുകൊണ്ട് തന്നെ ആ 10% വരുന്ന ആളുകളുടെ കൈകളിലാണ്, അല്ല അവരുടെ പക്കലാണ് എന്ത് 90% വരുന്ന ഈ ഭൂമിയിലെ സമ്പത്തും അല്ലെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ 90% സമ്പത്ത് എൻജോയ് ചെയ്യുന്നത് ഈ പറയുന്ന 10% ആളുകളാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ 10%ത്തിലേക്ക് ഉൾക്കൊള്ളാൻ, അല്ല ആ 10%ത്തിലേക്ക് ഉൾപ്പെടാൻ നമുക്കും ഒരു അവസരമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏത് സാധാരണക്കാരനും ഒരു അവസരമുണ്ട്. ആ അവസരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നിലവിൽ ആ ഒരു അവസരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അവിടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിസ്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, അപ്ഡേഷൻസ് നടക്കണം. ഒരിക്കലും സാധാരണക്കാരൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു മേഖലയിലേക്ക് ഏതൊരു സാധാരണക്കാരനും കടന്നു വരാൻ പറ്റിയ ഒരു അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ള അവസരത്തിൽ
ജോയിൻ ചെയ്യാനും പ്രവർത്തിക്കാനും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതിന് നമുക്ക് സർവേശ്വരനോട് നന്ദി പറയാൻ സാധിക്കണം, അല്ലെ? അപ്പൊ അത്തരത്തിലൊരു അവസരത്തിൽ നമ്മൾ വിജയം തെളിയിച്ച ഫോർമുലയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അത് നിരന്തരം ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക, അവരെ റോൾ മോഡലായി കാണുക, അവരെ അനുകരിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയിച്ച ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി ഒരു സാധാരണ ട്രഡീഷണൽ ഷോപ്പ് പോലെ കച്ചവടം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ഓണർക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരെല്ലാവരും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ആൾക്കാരാണ്, അല്ല വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിൽ ഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറയുന്നുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 900 പേരോട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആശയം ഷെയർ ചെയ്തു. എത്രയാണ്? 900 പേരോട് ഏകദേശം. അതിൽ ഏതാണ്ട് ഒരു 400-500 പേരാണ് അദ്ദേഹത്തിന്റെ ഈ ആശയം കേൾക്കാൻ തയ്യാറായത്. അതിൽ ഏതാണ്ട് 200 പേരാണ് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായത്, അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറായത്. ഫൈനലി അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 30ഓളം വരുന്ന ആളുകൾ എന്നെ ലോകം അറിയുന്ന ഒരു കോടീശ്വരനാക്കി മാറ്റി എന്ന് പറയുന്നത്. കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറയുന്നത് 900 പേരോട് അദ്ദേഹം അദ്ദേഹത്തിന് ആശയം സമർപ്പിച്ചു, ആശയം പറഞ്ഞു. പല ആളുകൾ അദ്ദേഹത്തിന് റിജക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിന്ന് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാളാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ പക്കലുള്ള മഹത്തായ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇവിടെ ഒരു കാര്യം സന്ദർഭവശാൽ ഞാൻ ഓർക്കുന്നത്, നാം സമീർ മൂസാർ തന്നെ പറയുന്നത്, നല്ലൊരു ആശയം അല്ലെ, നല്ലൊരു ആശയം അല്ലെങ്കിൽ നല്ലൊരു കോൺസെപ്റ്റ് അത് ഈ മനുഷ്യനും പ്രകൃതിക്കും ജനങ്ങൾക്കും ഉപകാരമുള്ളതാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ഒരു ശക്തി വിചാരിച്ചാലും നടക്കില്ല. അത് വന്നിരിക്കും, അത് സംഭവിച്ചിരിക്കും എന്നുള്ള ഒരാശയം നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഈ കാലഘട്ടത്തിന് ആവശ്യമായത് കൊണ്ട് തന്നെ ആരെല്ലാം എതിർത്താലും ആരെല്ലാം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും അത് വന്നിരിക്കും. അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വിജയിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിജയിച്ച ആൾക്കാരെല്ലാവരും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും അവസരത്തെ ചോദിച്ച ആൾക്കാരാണ്. അവരുടെ മുമ്പിലുള്ള ആശയം അല്ല അവരുടെ കയ്യിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് എത്തിച്ച ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞു, ആരായിരുന്നു? ബിൽ ഗേറ്റ്സ്. അതേമാതിരി തന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന നടനാണ്, അല്ലെ? ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നടനാണ്. അദ്ദേഹം അഭിനയം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് അദ്ദേഹം ചെന്നിട്ടുണ്ട്. അദ്ദേഹം അവസരം ചോദിച്ചു, കുതിരമുഖമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്, അല്ലെ? നമ്മുടെ പഴയ ലീഡേഴ്സ് കേട്ടിട്ടുണ്ടാവും, അല്ലെ? കുതിരമുഖം, നമുക്കറിയാം അമിതാഭ് ബച്ചന്റെ ഒരു ഷേപ്പ് ഒക്കെ വെച്ചിട്ട് അല്ലെ, അദ്ദേഹത്തിന്റെ മുഖം ഭയങ്കര അല്ലെ, ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര സിനിമാ നടന് വേണ്ട ഒരു ആകാര വടിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷെ എങ്കിലും പോലും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നടനായി അദ്ദേഹം മാറി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആണ് അദ്ദേഹം, അല്ലെ? അദ്ദേഹം ആവശ്യപ്പെട്ടു, അല്ലെ? അദ്ദേഹം നിരാശനായില്ല, അദ്ദേഹം അതിന് പിടിച്ചു നിന്നു. അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ്. യേശുദാസ് ഇതേമാതിരി തന്നെ അദ്ദേഹം പാടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആകാശവാണിയെ സമീപിച്ചപ്പോൾ ശബ്ദം കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും അതിരാവിലെ എഴുന്നേൽക്കുന്നത് അദ്ദേഹത്തിന്റെ അല്ലെ ഗാനങ്ങൾ, പല ഭാഷകളിലുള്ള പല മതങ്ങളിലുള്ള ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ്, ശരിയാണോ? ഇവരെല്ലാവരും അവസരങ്ങൾ ചോദിച്ച ആളുകളാണ്, അവസരങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാരാണ്, അല്ലെ അവസരങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ ആളുകളാണ്. നമ്മൾ ബൈബിളിൽ പോലും പറയുന്നുണ്ട്, എന്താണ്? അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും, അല്ലെ? ചോദിപ്പിൻ തരപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ തീർച്ചയായിട്ടും നമ്മളും ഇത്തരത്തില് ഒരു ജോലിക്കാരനെ പോലെ ഒതുങ്ങി നിൽക്കാതെ, ഒരു ബിസിനസ്സുകാരനെ പോലെ ഒരു ഏരിയയിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളും നമ്മുടേതായുള്ള ആശയം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ റിജക്ഷൻ ഉണ്ടായേക്കാം. പക്ഷെ ഈ ഒരു ആശയം നമ്മൾക്കും നമ്മൾ സംസാരിക്കുന്ന ആൾക്കും പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ ഈ മനുഷ്യനും പ്രകൃതിക്കെല്ലാം ഉപകാരമുള്ളതാണെന്ന് ഉറച്ച് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അതില് നമ്മളെ കമ്പനി പറയുന്ന പോലെ ഈഗോ കൂടാതെ കൂടുതൽ ആൾക്കാരോട് പറയുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എപ്പോഴും പറയാനുള്ള ഒരു തത്വമുണ്ട്, അത് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൂടെ. അതായത് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട്
നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫോർമുലയെ പറ്റി സാധാരണ നമ്മൾ പറയാറുണ്ട്. അതിവിടെ കിടക്കുന്നുണ്ട്, അത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നോട്ടെ. ഷെയറിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പറയണം. അതായത് ഒരു STP എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ എപ്പോഴും അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിതാഭ് ബച്ചൻ ചോദിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ദാസേട്ടൻ ചോദിച്ച പോലെ, അല്ലെങ്കിൽ ആരാരെ പറഞ്ഞ അടുത്ത ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബിൽഗേറ്റ്സിനെ പോലെ നമുക്കും ഇത്തരത്തിലാകാം. കാരണം അത് വിജയം തെളിയിച്ച ഫോർമുലയാണ്, ലോകം അറിയപ്പെടുന്ന നിലയിൽ അവരെത്തിച്ചു അല്ലെ. എന്താണ് ഇവിടെ നമ്മളോട് കമ്പനി പറയുന്നത്? ഈ ഒരു STP പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുക. എന്താണ്? നമ്മൾ കൂടുതൽ ആളുകളെ കാണുക, സീ ദ പീപ്പിൾ അല്ലെ. ഓൺലൈനായോ ഓഫ്ലൈനായോ മാക്സിമം ആളുകളെ കണ്ടുകൊണ്ടേ ഇരിക്കുക അല്ലെ. നമുക്ക് സൂമിലേക്ക് ഈ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് ആൾക്കാരെ ക്ഷണിക്കാം, നമ്മുടെ MLC നടക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കാം, കമ്പനി നടത്തുന്ന ഹോൾ മീറ്റിങ്ങുകളിലേക്ക് ക്ഷണിക്കാം, 1-to-1 ചെയ്യാം. ഏതെല്ലാം രീതിയിൽ മാക്സിമം ആളുകളുടെ മുൻപിൽ ഈ മഹത്തായ ആശയം, നല്ല ഉൽപ്പന്നങ്ങൾ, നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, മായരഹിതമായ ഉൽപ്പന്നങ്ങൾ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ദീർഘായുസ് അല്ലെ, അതിലൂടെ കിട്ടുന്ന ചുറുചുറുക്ക്, മണ്ണിന് ദോഷമില്ലാത്ത, പ്രകൃതി ദോഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പ്ലാറ്റ്ഫോം. ഈ മഹത്തായ ആശയം മാക്സിമം ആൾക്കാരോട് ഷെയർ ചെയ്യുക അല്ലെ. അതിനോടൊപ്പം ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഡെയിലി വേണ്ട ഇൻകത്തിനായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഷെയർ ദ പ്രോഡക്റ്റ് അല്ലെ. എല്ലാത്തിനും പ്രത്യേകം എന്താണ്? STP, സി ദ പീപ്പിൾ, STP. സെക്കൻഡ്, ഷെയർ ദ പീപ്പിൾ, അവിടെ STP ഉണ്ട്, ഡെയിലി ഇൻകം കിട്ടുന്നു. ഷോ ദ പ്ലാൻ അല്ലെ, നമ്മുടെ മഹത്തായ പ്ലാൻ മാക്സിമം ആൾക്കാരുടെ മുൻപിൽ അവതരിപ്പിക്കുക. അതിന് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുക. എന്താണ് ടൂൾസ്? നമ്മളുടെ ഫയല് നമുക്ക് ഉപയോഗിക്കാം, ഉൽപ്പന്നങ്ങൾ ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണിക്കാം, തേർഡ് പാർട്ടി സപ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് തേർഡ് പാർട്ടി സപ്പോർട്ട്? പത്രങ്ങളിലും മറ്റും വന്ന ഈ അവസരത്തെ കുറിച്ചുള്ള അല്ലെ സത്യസന്ധമായ വാർത്തകൾ, ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ ബിസിനസ്സിലൂടെ ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്ന ടേൺ ഓവർ എന്താണ്, അങ്ങനെയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വാർത്തകളുടെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഫയലിന്റെ സപ്പോർട്ടോടുകൂടി നമ്മുടെ പ്ലാൻ അവതരിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സോളോ ദ പ്രൈഡ്. എന്താണ് സോളോ ദ പ്രൈഡ്? നമുക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മളിത് പറഞ്ഞ മറ്റൊരു എന്തെങ്കിലും ചിന്തിക്കും എന്നുള്ള ആ ചിന്തയെല്ലാം മാറ്റി മാക്സിമം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഈഗോയോട് ഗോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ എന്താണ് ആ ചളിപ്പോ ചമ്മലൊക്കെ അതൊന്നും വിഴുങ്ങാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? മോദി കെയറിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഴയ കണക്കനുസരിച്ച് ധാരാളം പോക്കറ്റുകൾ വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധാരാളം ബാങ്ക് അക്കൗണ്ടുകൾ വേണമെന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറായാലും സംഭവിക്കും. ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായാലും സംഭവിക്കും. എന്ത് സംഭവിക്കും? പറയാൻ മാർഗം. ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായാലും സംഭവിക്കും. പണം ധാരാളമായിട്ട് വരും. ശരിയാണോ? വരുമാനം കൂടും. എനിക്ക് തന്നെ 4-5 ബാങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് ഉണ്ട്. 4-5 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യുന്നത് മോദി കെയർ ആയതുകൊണ്ടാണ്. തമാശ രൂപത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തില് ഈഗോ കൂടാതെ വിജയം തെളിയിച്ച ആളുകൾ ചെയ്ത അതേ ഫോർമുല ഫോളോ ചെയ്താൽ നമുക്കും അധിക വിജയമായിട്ട് മാറാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇന്ന് നമ്മളുടെ 65,000 വരുന്ന ബൈക്ക് അല്ലെ ലഭ്യമാകുന്നതിനുള്ള നറുക്കെടുപ്പിന്റെ അവസാന ദിവസമാണ്. ദസ്കാർദമിന് പകരമായിട്ട് ഇന്ന് രാത്രി 12 മണി വരെ നമുക്കതിൽ ബില്ല് ചെയ്യാം. 100 PV ചെയ്യുന്നവർക്ക് 3 ടിക്കറ്റും 50 PV ചെയ്യുന്നവർക്ക് 1 ടിക്കറ്റുമാണ്. നറുക്കെടുപ്പിലൂടെ നമുക്ക് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഈ ഒരു ഓഫറിൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. അതിനോടൊപ്പം കമ്പനി തരുന്ന റീപർച്ചേസ് പ്രോഗ്രാമിലൂടെ സൗജന്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. നേരത്തെ ബിജു സാർ പറഞ്ഞ പോലെ. അതിനോടൊപ്പം മോദിക്ക് മറ്റൊരു തുറുപ്പു ചീട്ടായിട്ടുള്ള ലോയൽറ്റി പ്ലസ് അല്ലെ, 1 കൊല്ലത്തേക്ക് 3 മാസത്തെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അപ്പൊ ചെയ്ത ആളുകൾക്ക് കൺസൾട്ടൻസിന് അല്ലെങ്കിൽ അഡ്വൈസേഴ്സിന് അഭിനന്ദനങ്ങൾ. ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുക. ഈ മാസം നല്ലൊരു ഇൻകം എല്ലാവർക്കും ലഭ്യമാകട്ടെ. അതിനുവേണ്ടി കമ്പനി തന്നിട്ട് മറ്റൊരു ഓഫർ ഉണ്ട്. ഒരു 1 crore അല്ലെ, ഒരു ക്ലബ്ബ്, ഒരു ഓഫർ കമ്പനി വേറെ തരുന്നത്. എന്താണ്? ലെവൽ ജമ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന അവസരമുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് അറിയുന്നത് നിങ്ങൾ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അപ്പൊ മഹത്തായ ഒരു വിജയം ഈ മാസം എല്ലാവരും ലഭ്യമാകട്ടെ. സമയത്തിന് പരിമിതി നിർത്തുന്ന ഒരിക്കൽ കൂടി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ പ്രസന്റേഷൻ നടത്തിയത് ബിജു സാറിന് അഭിനന്ദനങ്ങൾ. മറ്റു ഗ്രേറ്റ് ലീഡേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ജയ് മോദി കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു ജോളി സാർ. താങ്ക് യു. താങ്ക് യു ജോളി സാർ. താങ്ക് യു.
താങ്ക് യു.